ഈ ബുദ്ധിയും വിവേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവും പരിജ്ഞാനവും തമ്മിലും വ്യത്യാസമുണ്ട്. എന്നാൽ പ്രധാനമായും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിവേകമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആ ബുദ്ധിമാൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, ഒരു അനുഭവം എന്താണെന്നറിയാവോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തെ, ദൈവഹിതത്തെ മനസ്സിലാക്കുന്ന, അറിയുന്ന, ആ അറിവോടെ, ആ തിരിച്ചറിവോടെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവമുൻപാകെ പരിജ്ഞാനമുള്ളവൻ. സദൃശ്യവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. അപ്പോൾ ജ്ഞാനം, വിവേകം ഇതെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ശരിക്കും ശലോമോൻ ഇത് ദൈവത്തോട് ചോദിച്ച് മേടിച്ചൊരു മനുഷ്യനാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പോൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഭത്സിക്കാതെ, പരിജ്ഞാനമില്ലാത്തവനെന്ന് അവനെ ചീത്ത പറയാതെ ആ വ്യക്തിക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം, ആ വ്യക്തിയും വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് ഇന്നത്തെ ഈ മെസ്സേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളാൻ എഴുതിയിരിക്കുന്നത്.